ചക്കക്കൂട്ടെന്താ ഇവിടെ? വിളിച്ചു വരുത്തിയതാ. ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട്. എന്ത്? ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ടുവരാൻ. അതിന് ടിപ്പുണ്ടാ? 500 കൊടുത്ത? കൊടുത്തില്ല. അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നത്. മോഹിനിയായിട്ടല്ലേ? കുച്ചിപ്പുടിയാണോ? എന്തൊരു ഡാൻസ് ആടാ. എന്ന് തൊട്ട്? കണ്ട അന്ന് തൊട്ട്. തോന്നോടാ, നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ. നീ ഇപ്പൊ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. അല്ലേ? അല്ലേ? അല്ലെങ്കിൽ പറ. ആർക്ക്? 500. ഇരിക്കട്ടെ, ഇത്രയും പറഞ്ഞതല്ലേ. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ പറയാം. അവന്റെ ഇല്ല അഞ്ഞിട്ടല്ലേടാ. അടിപൊളി. Dear friends, today's our program ends here. ഇംഗ്ലീഷ് കലക്കണ്ടല്ലേ? And anybody wants to take photos with artists can come on stage. But before that, ladies and gentlemen, the big chef of my houseboat, Mr. Sushilan. He is very much excited about her dance. Very much. So he is going to give her ₹500 as tip. Please welcome Mr. Sushilan on stage. കൊടുക്ക്. അവന്റെ അടുത്ത് കാശില്ലാത്തോണ്ടല്ലേ. ഓ സുശീലേട്ടാ. ഞാൻ കാണിച്ചു തരാടാ എന്റെ 500 രൂപ. നിന്റെ 500 രൂപ? എടാ മണകൊണാഞ്ച, ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ 8 സായിപ്പന്മാരൊന്നും അനങ്ങും. അല്ലാതെ നിനക്ക് 500 രൂപ തരാൻ എനിക്കെന്ത് തലയ്ക്ക് ഓളോ? കൊടുത്തിട്ട് പോടാ. വെരി ഗുഡ്, മാർവലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ, കൺഗ്രാറ്റുലേഷൻ. മുണുങ്ങ്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മുതലാളി മോനെ. Thank you, Sushilan. Now anybody and everybody can give tips, take photos. Yeah, this is Kalathalam Jayasri, very famous dancer, and yeah, thank you. Yeah, thank you very much. Thank you. Yes. ഞങ്ങളൊരു ഫോട്ടോ എടുത്തരാ. അല്ല, ഫോട്ടോ എടുക്കാം. വിജയ ഫോൺ നടക്കത്തെ പെട്ടെന്ന് എടുക്കടാ. ആ റെഡി. എടുക്കുക. 3500, 4000. രണ്ട് മതി. ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി. ഹേയ്, 4000-ന് വേണ്ടി ഒരുപാട് വടക്കട്ടല്ലേ, കുറയ്ക്കണ്ട. പിന്നെ ടിപ്പ് അത് ഇയാളുടെ പെർഫോമൻസിന്റെ ഗുണം. പിടിക്കുക. അതിനും കാരണം. ഓ, അതൊക്കെ ഇതിന്റെ ഭാഗമാണോ? പിടിച്ചേ. 2 മതി. വെക്കടോ. നിങ്ങളായിരുന്നോ? അതെ. ആരാ ഇവര്? മൈ ബ്രോസ്, ചേട്ടന്മാരാ. ഇവരോ? യാ. മോളു, ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം എന്ന് പറയുന്നത്? ഇവരെ പറഞ്ഞു വിട്. പറഞ്ഞു വിടാനാ? ചതിക്കല്ലേ. രൂപ 500 കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി കൊണ്ടാക്കാൻ. എനിക്ക് കൂട്ടിന്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പറഞ്ഞു വിട്. നിനക്ക് ഞങ്ങള് ബോധിച്ചില്ലേ? ഇല്ല. അതെ. എവിടുന്ന് കിട്ടിയ സാധനത്തിന്? മര്യാദക്ക് സംസാരിക്കണം. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ ഞാൻ അപ്പ കാണിച്ചു തരാം. ദയവേത് ആശുപത്രി എത്തുന്നവരെ മിണ്ടരുത്. ഒരനിയന്റെ അപേക്ഷയാണ്. എടാ, നിന്റെ ചേട്ടന്മാരുടെ വായടക്കം മാത്രം ആയാളൂ. പ്ലീസ്. ഓക്കെ ഓക്കെ, എല്ലാം ഓക്കെ. അവരിനി മിണ്ടില്ല. ബേസിക്കലി വിവരമില്ലാത്തതിന്റെ കുറച്ച് വിവരമില്ലായ്മയുണ്ടെന്നേ ഉള്ളൂ. തന്നെയല്ലേ ചേട്ടന്മാര്? അനിയോ, എന്തോ കൊണ്ടടക്കണതൊക്കെ കൊള്ളാം. അവസാനം ഈ സാധനത്തിനെ കൊണ്ട് ചക്കാട്ടറവാട്ടിലേക്ക് വന്നേക്കരുത്. എന്നെ ആശുപത്രി കൊണ്ടാക്കാൻ ഇയാളെ കൊണ്ട് പറ്റുമോ? ധൈര്യം ഉണ്ടെങ്കിൽ കൂടെ വാ, ഇല്ലെങ്കിൽ എനിക്ക് തനിച്ച് പോകേണ്ടി വരും. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. അത് ഒരു മിനിറ്റ്, കൊണ്ടേ പോകും. അതെ, നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളാം. അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? സന്തോഷമായല്ലോ.
എൻ്റെ 500 പോയി. പോകാം. ഓ ഒരുപാട് പാമ്പുകളുണ്ട്, അതാ. വരൂ. ചക്കാട്ടമ്മേ, ചക്കാട്ടമ്മേ. ഓ എന്ത് പറ്റി സുശീല? ആ കുര്യച്ചന്റെ ആൾക്കാർ തല്ലി ചതച്ചതാ. അയ്യോ എന്റെ കൂടിപ്പോയി ചക്കാട്ടമ്മേ. എന്റെ ഭഗവതി. അയ്യോ ഓ നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി. ആ കുര്യച്ചനെ വെറുതെ വിടരുത്. എന്നാ കാര്യത്തിനാ? ഇവന് തോന്നിയാസത്തിന് പോയി കൊണ്ടതല്ലേ? അവളുടെ വാക്കും കേട്ടിച്ച് നമ്മളെ പറഞ്ഞു വിട്ടപ്പോഴും വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വാങ്ങിച്ചുകൊണ്ടിരാനുള്ള പോക്കായിരിക്കും. മേടിച്ചോണ്ട് വന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ചുമന്നോണ്ട് വരാൻ കുറെ ആൾക്കാരും. ഇറങ്ങി പോടാ. സുഖു വാടാ. മോനെ നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ. പക്ഷെ ഞങ്ങൾക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇന്ന് രാത്രി കുര്യച്ചനെ ഞങ്ങൾ തല്ലിയിരിക്കും. അതെ, ഗോപനെ തൊട്ടാ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവർ ഇന്നറിയും. ചെല്ലടാ, നീയൊക്കെ പോയ ഉണ്ടാക്ക്. എടാ ഗോപ, ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം. കണ്ണീ ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അതോ നിനക്ക് വേണ്ടി ജീവിക്കണോ എന്ന്. വന്നേക്കുന്നു. നീ പ്രതീക്ഷിക്കാൻ ഞങ്ങള് അവന് വിടാനോ പറഞ്ഞ? എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇന്ന് എന്നെ കൈ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം. അതിനുവേണ്ടിയില്ല അവളോട് മോശമായിട്ട് പെരുമാറിയത്. എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഒരു അനിയനെയല്ല, കൈ നീട്ടുമ്പോ കാശ് തരാനും അല്ലാത്തപ്പോ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള്. കൂടപ്പിറപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട. സുശീലിനും ചന്ദ്രനും ചെല്ല്. കുര്യച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. ചേട്ടന്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി. എന്താ വേണ്ടേ? നീ അടിച്ചിടോ.
ചക്കക്കൂട്ടം ശരിക്കൊന്ന് ചവിട്ടിക്കുട്ടിയ പിന്നെ പെറുക്കിയെടുക്കാൻ നിന്റെ ചുള പോലും കാണത്തില്ല കേട്ടോടാ. മുതലാളി മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലാളി? ഇതുവരെ എവിടെ ആയിരുന്നു? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു.